നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല വിഷയത്തിൽ ഗവർണർക്ക് കനത്ത തിരിച്ചടി. സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ നടപടി ഹൈക്കോടതി റദ്ദാക്കി. നടപടി ചട്ടവിരുദ്ധമെന്ന് കോടതി. നിരോധിക്കപ്പെട്ട സംഘടനയിലെ അംഗത്വം UAPA നിയമപ്രകാരം കേസെടുക്കാവുന്ന കുറ്റമാണെന്ന് സുപ്രീംകോടതി. അംഗത്വം കൊണ്ട് മാത്രം കേസെടുക്കാനാവില്ലെന്ന് 2011 വിധി റദ്ദാക്കി. 2011 വിധി തിരുത്തിയാണ് 3-അംഗ ബെഞ്ചിന്റെ വിധി. അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ നിരോധിത സംഘടനകളിൽ വെറുതെ അംഗമായിരിക്കുന്നത് UAPAയോ ടാഡയോ ചുമത്താവുന്ന കുറ്റമല്ല എന്നായിരുന്നു 2011 വിധി. തലസ്ഥാനത്തെ സ്കൂളുകളിൽ പിടിമുറുക്കി ലഹരി മാഫിയ. കാരിയർമാരായി ഉപയോഗിക്കുന്നത് പെൺകുട്ടികളെ ലഹരിക്ക് അടിമപ്പെടുത്തുകയും ചെയ്യുന്നു. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ന്യൂസ് 18നോട് പങ്കുവച്ചു കുട്ടികൾ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. എങ്ങനെയാണ് ഈ സാധനം കൈ കിട്ടുന്നത്? അതെനിക്കറിയത്തില്ല. അത് ഒരുപക്ഷെ ചേട്ടന്മാർ വഴിയായിരിക്കാം, അല്ലെങ്കിൽ അത് അവരുടെ കമ്പനി വഴിയായിരിക്കാം. അതൊന്നും എനിക്കറിയത്തില്ല. കുറെ കമ്പനികളുണ്ട്, മുക്കിലും മൂലയിലും ആയിട്ട് കുറെ ചേട്ടന്മാരുണ്ട്. അങ്ങനെ കുറെ പേര് സ്കൂൾ വിട്ടുവരുന്ന പരിസരങ്ങളിൽ ഇവര് ബൈക്കിൽ വന്ന് നിർത്തുകയും ഇവരെ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നത് അതാണോ പരിപാടി? ഇന്ന് തന്നെ ഒരു കൂട്ടുകാരി അങ്ങനെ കയറി പോയതേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ്. ബൈക്കിൽ വരും, പോവും. ചില ചേട്ടന്മാരൊക്കെ കാറിൽ വരും, ഇവിടെമാർ കയറി പോവും. അങ്ങനെയാണ്. ഇപ്പം ഈ ടീച്ചേഴ്സ് ആരും ബാഗൊന്നും പരിശോധിക്കാറില്ല. അപ്പം ഇത്തരത്തിൽ ഇവർ ബാഗിൽ ബാഗിലല്ല വെക്കാൻ ഏറ്റവും കൂടുതൽ. ഒരു പെൺകുട്ടിക്ക് പ്രൈവസി ആയിട്ട് കുറച്ച് പാർട്സ് ഉണ്ട്, അവിടെയൊക്കെയാണ് സൂക്ഷിക്കാറ്. കാരണം അവിടെ ആരും ചെക്ക് ചെയ്യാറില്ല, അതുകൊണ്ട് അവിടെയൊക്കെയാണ് സൂക്ഷിക്കാറ് ഏറ്റവും കൂടുതൽ. ഇത്തരത്തിൽ ഇതിനു മുമ്പ് ചില കുട്ടികൾ ഇതിന് അടിമപ്പെട്ട് ഇപ്പോൾ ചില സെന്റേഴ്സുകളാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്താണ് ഇപ്പോൾ? അപ്പം അവരുടെയൊക്കെ അവസ്ഥ അതിൽ നിന്ന് മാറാൻ ഭയങ്കര. എൻ്റെ ഒരു കൂട്ടുകാരി തന്നെ ഉണ്ട്, അവള് ഇപ്പോൾ ഭയങ്കരമായിട്ട് മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അവൾക്കതില്ലാതെ പറ്റാത്തൊരവസ്ഥ. എക്സാം ഹാളിൽ വന്നിട്ട് കിടന്ന് ഉറങ്ങുക, എക്സാം എഴുതാനുള്ളൊരു ബോധമില്ല. അങ്ങനെ അവൾക്കായിട്ട് സ്വയമായിട്ട് എഴുച്ച് ഇരിക്കാൻ പോലും വയ്യാത്ത കുട്ടി ഇത്തരത്തിൽ ആയിരുന്നു. അവളിങ്ങനെ വലിക്കുമായിരുന്നു. അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇവിടെ കുറച്ച് ആൾക്കാർ പറഞ്ഞ് കേട്ട അറിവേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവളോട് തന്നെ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഇതേപോലെയാണ് സംഭവം. അത് അവളിവിടെ താമസിച്ചിരുന്നത് ഒരു സ്ഥലത്താണ്, അവിടുത്തെ ചേട്ടന്മാരാണ് കൊടുത്തോണ്ടിരുന്നതെന്നാണ് ഞങ്ങളിത് പറഞ്ഞത്. ഇത്തരത്തിൽ ഇനിയും കുട്ടികൾ ഇതിൻ്റെ അകത്ത് കാരിയർ ആക്കുന്നുണ്ടല്ലേ? ഇപ്പോഴും ഉണ്ട്. പഴയിടം ഇരട്ടക്കൊലക്കേസിൽ പ്രതി അരുൺ ശശിക്ക് വധശിക്ഷ. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. 2 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. 2013 മണിമല സ്വദേശിയായ ഭാസ്കര നായരെയും തങ്കമ്മയെയും കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. പിതൃ സഹോദരിയെയും ഭർത്താവിനെയുമാണ് അരുൺ കൊലപ്പെടുത്തിയത്. ബ്രഹ്മപുരം ബയോമൈനിംഗ് ഉപകരാറിൽ കോൺഗ്രസ് നേതാവ് N വേണുഗോപാലിന്റെ വാദം പൊളിയുന്നു. N വേണുഗോപാലിന്റെ മകൻ വിഘ്നേഷ് കരാറിലെ സാക്ഷി. മീനാക്ഷി എൻവോകെയർ കമ്പനിക്ക് വേണ്ടിയാണ് സാക്ഷിയായി ഒപ്പിട്ടത്. മകന് ബന്ധമില്ലെന്നായിരുന്നു N വേണുഗോപാലിന്റെ വാദം. ബ്രഹ്മപുരം വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോകുമെന്ന് VD സതീശൻ. നിയമപരമായ രീതിയിൽ തന്നെ മുന്നോട്ടു പോകും, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. ബ്രഹ്മപുരം സമരത്തെ സർക്കാർ ഫാസിസ്റ്റ് രീതിയിലാണ് നേരിട്ടത് എന്ന് VD സതീശൻ. പ്ലാന്റുമായി നടക്കുന്ന സമരം തുടരുകയാണ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ നിയമപരമായ മാർഗങ്ങൾ തേടുമെന്ന് പറഞ്ഞു. അതിന്റെ തയ്യാറെടുപ്പ് നടത്തിയാണ്. അല്ല ഞാൻ ചെയ്യട്ടെ, അല്ലാതെ എങ്ങനെയാണ് ഇതിലൊരു വിജിലൻസ് അന്വേഷണം? ഇത് ആദ്യം ഞങ്ങൾ അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ മന്ത്രി പറഞ്ഞത് സിറ്റി പോലീസ് കമ്മീഷണറെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രിലിമിനറി റിപ്പോർട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും ഒരു പ്രിലിമിനറി റിപ്പോർട്ടും ഇല്ല. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20 സീറ്റാണ് ലക്ഷ്യമിടുന്നതെന്ന് VD സതീശൻ. തെരഞ്ഞെടുപ്പിന്റെ ചുമതല തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയം വിലയിരുത്താൻ ശ്രമിക്കാതിരുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിജയത്തെയും പരാജയത്തെയും പഠിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞങ്ങൾ മുന്നൊരുക്കം ആരംഭിച്ചു. പാർലമെന്റിലേക്കുള്ള മുന്നൊരുക്കം ആരംഭിച്ചു. എന്നെ തന്നെയാണ് ചുമതല KPCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. പരാജയമുണ്ടാകുമ്പോൾ നമ്മൾ വിലയിരുത്തണമെന്ന് പറയും, അത് മാത്രം പോരാ. വിജയമുണ്ടാകുമ്പോഴും വിലയിരുത്തണം. എന്തുകൊണ്ട് അത്രയും വലിയ വിജയം ഉണ്ടായെന്ന് അസസ് ചെയ്യണം. അത് കൃത്യമായി അസസ് ചെയ്തിരുന്നെങ്കിൽ അസംബ്ലിയിൽ ജയിക്കാൻ ഇതും പോരാ, വേറെ വേണം എന്ന് മനസ്സിലായേനെ, തിരിച്ചറിവ് നമുക്കുണ്ടായേനെ. ഇത് ആ ഒരു ഉറപ്പായിട്ട് ഈ ഒരു പാറ്റേണിലാണ് ജയിക്കാൻ പോകണമെന്നുള്ളൊരു ഇതിലേക്ക് പോയി. അപ്പോൾ വിജയത്തെ പഠിച്ചില്ല എന്നുള്ളതാണ്, പാർലമെന്റ് ഇലക്ഷനിലെ വിജയത്തെ പഠിച്ചില്ല എന്നുള്ളതാണ്
ഈ വലിയ തോൽവിക്ക് കാരണമായിട്ട് ഇതൊരു പേഴ്സണൽ അസസ്മെൻ്റാണ്. ഞങ്ങളിപ്പോൾ പറയും ഞങ്ങളുടെ കണ്ണ് 20ാമത്തെ സീറ്റിലാണ്, പോയ 20ാമത്തെ സീറ്റിലാണ് എന്ന് പറഞ്ഞാൽ പോയ 20ാമത്തെ സീറ്റ് പിടിക്കാൻ പോകുമ്പോൾ കക്ഷത്തിലിരിക്കുന്ന 19 സീറ്റ് പോകാൻ പാടില്ല, ഉത്തരത്തിലിരിക്കുന്ന 20ാമത്തെ സീറ്റ് എടുക്കാൻ പോകുമ്പോൾ. കോൺഗ്രസ് നേതാക്കൾക്ക് ഫാരിസ് അബൂബക്കറുമായി ഒരു ബന്ധവുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എന്നാൽ റെയ്ഡ് നടന്നു എന്നുകൊണ്ട് മുൻവിധിയോടെ വിമർശിക്കില്ല. മുഖ്യമന്ത്രിക്ക് ഫാരിസ് അബൂബക്കറുമായി ബന്ധമുണ്ട്, അതുകൊണ്ട് അവിടെയുള്ള സാധനങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടേതാണ് എന്ന് പറയാനാകില്ല. വിശ്വാസയോഗ്യമായ കാര്യമേ പ്രതിപക്ഷം പറയൂ, അതുകൊണ്ട് പിന്നീട് തിരുത്തേണ്ടി വരാറില്ലെന്നും സതീശൻ. കോൺഗ്രസിലെ ഒരു നേതാക്കളുമായിട്ട് ഫാരിസ് അബൂബക്കറിന് ഒരു ബന്ധമില്ല. ഇപ്പോൾ റെയ്ഡ് നടക്കുമ്പോൾ നമ്മൾ മുൻവിധിയോടുകൂടി പറയുന്നത് ശരിയല്ലല്ലോ. ഫാരിസ് അബൂബക്കർ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പണ്ട് മുതലേ അറിയാം. അതുകൊണ്ട് ഫാരിസ് അബൂബക്കറിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയാൽ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ പിണറായി വിജയൻ്റെയാണെന്ന് ഓഫ് ഹാൻഡായിട്ട് പറയില്ല ഞങ്ങൾ. പ്രതിപക്ഷം കേരളത്തിലെ, ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ് നിങ്ങളോട്, എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഉറപ്പോടുകൂടി മാത്രമേ പറയുള്ളൂ. വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ പറയേണ്ട ഒരു കാര്യം ഞങ്ങൾക്ക് തിരുത്തി പറയേണ്ടി വന്നിട്ടില്ല. തലശ്ശേരി ആർച്ച് ബിഷപ്പിന്റെ പ്രസ്താവന ബി.ജെ.പി. അനുകൂലമല്ല. ബി.ജെ.പി. അനുകൂല തീരുമാനമെടുക്കാൻ ക്രൈസ്തവർക്ക് ആവില്ല. മുസ്ലിങ്ങളെക്കാൾ ക്രൈസ്തവരാണ് ബി.ജെ.പിയുടെ അക്രമങ്ങൾക്ക് ഇരയാകുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. സമുദായ സംഘടനകൾ അമിതമായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വെർഷൻ വന്നത് തലശ്ശേരി ബിഷപ്പിന്റെ പ്രസ്താവന ബി.ജെ.പിക്ക് അനുകൂലമാണ് എന്നതാണ് വന്നത്. ഞാൻ പറയുന്നത് അതൊരു ബി.ജെ.പിക്ക് അനുകൂലമായ പ്രസ്താവനയല്ല, അതൊരു വൈകാരികമായ പ്രതികരണമാണ്. അതേ അവസരത്തിൽ ആ ബിഷപ്പ് അടുത്ത ദിവസം പറഞ്ഞു, എന്ന് വെച്ച് ബി.ജെ.പിക്കാർ വെച്ചിരിക്കുന്ന എല്ലാ കല്ലിലും തേങ്ങയെറിയാൻ വേണ്ടി നടക്കുന്നവരല്ല ഞങ്ങളെന്ന് പറഞ്ഞു. കാരണം കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ഒരു ക്രൈസ്തവ സഭയ്ക്കും ഒരു ഡിനോമിനേഷനും ബി.ജെ.പിക്ക് അനുകൂലമായ തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ 598 ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഇന്ത്യയിൽ മുസ്ലിംസിനെതിരെ നടക്കുന്ന ആക്രമണത്തെക്കാൾ കൂടുതൽ ന്യൂനപക്ഷം എന്നുള്ള നിലയിൽ ക്രൈസ്തവർക്കെതിരായ ആക്രമണമാണ് നടക്കുന്നത്. ബി.ജെ.പിയുടെ കോൺഗ്രസ് മുക്ത ഭാരതവും സി.പി.എമ്മിന്റെ കോൺഗ്രസ് വിരുദ്ധതയും കേരളത്തിൽ ഒത്തുചേരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ കേസുകളും കേന്ദ്ര ഏജൻസികൾ അവസാനിപ്പിച്ചു. അന്വേഷണ വിവരങ്ങൾ പുറത്തുവരാതായി. അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് അതുപോലെ ഒരു രാഷ്ട്രീയ ഒത്തുതീർപ്പിലേക്ക് നീങ്ങുമോ എന്ന് സംശയിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. അപ്പോൾ അവരുടെ കോൺഗ്രസ് മുക്ത ഭാരതവും കേരളത്തിലെ CPM നേതാക്കളുടെ കോൺഗ്രസ് വിരുദ്ധതയും ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ട്. ആ മീറ്റിംഗ് പോയിന്റാണ് അവർ തമ്മിലൊരു അൺഹോളി നെക്സസ്. എല്ലാ കേസന്വേഷണവും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അവസാനിപ്പിക്കപ്പെട്ടു. പിന്നെ ഒരു ഇൻഫർമേഷനിലും ഒന്നുമില്ല, കേസുമില്ല, ഒന്നുമില്ല. പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മന്ത്രി PM മുഹമ്മദ് റിയാസ്. വ്യക്തിപരമായി പ്രതിപക്ഷ നേതാവുമായി ഒരു വിരോധവുമില്ല. ഒറ്റയ്ക്ക് അടിക്കാൻ വന്നാൽ നോക്കിയിരിക്കില്ല, രാഷ്ട്രീയമായി നേരിടുമെന്നും മുഹമ്മദ് റിയാസ്. അരിക്കൊമ്പനെ പിടികൂടാനുള്ള ദൌത്യം നീട്ടിവെച്ചതോടെ പ്രതിഷേധത്തിനൊരുങ്ങി നാട്ടുകാർ. നടപടികൾ നിർത്തിവെക്കുകയാണെങ്കിൽ സമരം ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സിനി ന്യൂസ് 18നോട്. ചിന്നക്കനാൽ പഞ്ചായത്ത് അടിയന്തര സർവകക്ഷി യോഗം വിളിച്ചു. ഹൈക്കോടതിയിൽ കക്ഷി ചേരാനാണ് പഞ്ചായത്ത് തീരുമാനം. ഹൈക്കോടതിയിൽ സ്വീകരിക്കേണ്ട നിലപാടടക്കം ചർച്ച ചെയ്യാൻ സർക്കാർ. വനം മന്ത്രി വിളിച്ച യോഗം ഉച്ചയ്ക്ക് കോട്ടയത്ത് ചേരും. ഹൈക്കോടതി ഇടപെടലിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ഡീൻ കുര്യാക്കോസ് MP. ഹൈക്കോടതിയിൽ നിന്ന് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത നടപടിയാണിത്. ഈ ഹർജി പരിഗണിക്കാനേ പാടില്ലായിരുന്നു. ഇത് മനുഷ്യത്വരഹിതമാണെന്നും ഡീൻ. കാട്ടാനശല്യം രൂക്ഷമായ ചിന്നക്കനാലിൽ പരീക്ഷ പോലും എഴുതാനാകാതെ വിദ്യാർത്ഥികൾ. വീട്ടിലേക്ക് മടങ്ങിയ കുട്ടികളെ ന്യൂസ് 18 സ്കൂളിലെത്തിച്ച് പരീക്ഷ എഴുതിച്ചു. യൂണിഫോം അണിഞ്ഞ് പരീക്ഷ എഴുതാൻ തയ്യാറായി വീട്ടിൽ നിന്നിറങ്ങിയെങ്കിലും വഴിയിൽ ആനയെ കണ്ട് ഭയന്ന് തിരികെ വീട്ടിലെത്തുകയായിരുന്നു. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് നിയമ നടപടിക്ക് നീക്കം. ലൈഫ് മിഷൻ കേസിൽ ED അറസ്റ്റ് ചെയ്ത യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. പദ്ധതിയിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിച്ച ED. സ്വപ്ന സുരേഷിന്റെ സ്പേസ് പാർക്കിലെ നിയമനം സംബന്ധിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുന്നു. തിരുവനന്തപുരം ലോ കോളേജിൽ അധ്യാപികയെ ആക്രമിച്ച സംഭവത്തിൽ 3 SFI പ്രവർത്തകർക്ക് സസ്പെൻഷൻ. നടപടി SFI യൂണിറ്റ് സെക്രട്ടറി ഫഹദ്, ആരോമൽ, മുഹമ്മദ് സാബിദ് എന്നിവർക്കെതിരെ കൂടുതൽ വിദ്യാർത്ഥികൾ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും നടപടി ഉണ്ടാകുമെന്നും കോളേജ് അധികൃതർ. ഖലിസ്ഥാൻവാദി അമൃത്പാൽ സിംഗിനായി 7ാം ദിവസവും തെരച്ചിൽ തുടരുന്നു. പഞ്ചാബ് വിടാനുള്ള സാധ്യത കണക്കിലെടുത്ത് അയൽ സംസ്ഥാനങ്ങളിലേക്കും തെരച്ചിൽ. അമൃത്പാൽ സിംഗിന്റെ ഗൺമാൻ തേജീന്ദർ സിംഗും മറ്റ് 2 പേരും പോലീസ് കസ്റ്റഡിയിൽ.
മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിന്റെ ഉയർന്ന സാമൂഹിക വികസന സൂചികയെ ഉപരാഷ്ട്രപതി അഭിനന്ദിച്ചു. കേരളം സന്ദർശിക്കുന്നതിനായി ഉപരാഷ്ട്രപതിയെ ക്ഷണിച്ച മുഖ്യമന്ത്രി. കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിൽ. രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് പരാതി. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾക്ക് മാർഗരേഖ വേണമെന്നും നിർദ്ദേശം. കോൺഗ്രസ്, ടിഎംസി, ഡിഎംകെ, ബിആർഎസ് ഉൾപ്പെടെ 14 രാഷ്ട്രീയ പാർട്ടികളാണ് ഹർജിക്കാർ. ഹർജി ഏപ്രിൽ 5-ന് പരിഗണിക്കും. എറണാകുളം പുതുക്കൈ പഞ്ചായത്തിലെ മീമ്പാറയിൽ 3 നിലകളിലായി പ്ലാസ്റ്റിക് വേസ്റ്റ് സൂക്ഷിച്ചിരുന്ന പഞ്ചായത്ത് കെട്ടിടത്തിന് തീപിടിച്ചു. പട്ടിമറ്റം, മുളന്തുരുത്തി സ്റ്റേഷനുകളിലെ 3 ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നു. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2023-24 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണം യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നടന്നു. സമ്പൂർണ്ണ ബിരുദധാരി സംസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് സർവകലാശാലയുടെ ലക്ഷ്യമെന്ന് ബജറ്റിൽ പ്രഖ്യാപനം. സർവകലാശാല ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ബിജു കെ മാത്യു ബജറ്റ് അവതരിപ്പിച്ചു. അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസിൽ മാധ്യമ പഠനവും ഗവേഷണവും എന്ന 3 ദിവസത്തെ അന്താരാഷ്ട്ര സിംപോസിയം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ NSK ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. വിഷ്വൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം സംഘടിപ്പിക്കുന്ന സിംപോസിയം ശനിയാഴ്ച സമാപിക്കും. മാധ്യമ പഠന ഗവേഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകളും സെമിനാറുകളും ശില്പശാലയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വന്തം മണ്ഡലമായ വാരണാസി സന്ദർശിക്കും. 1780 കോടി രൂപയുടെ പദ്ധതികൾക്ക് തറക്കല്ലിടും. ലോക ക്ഷയരോഗ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഉച്ചകോടി അദ്ദേഹം അഭിസംബോധന ചെയ്യും. മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധിക്ക് ശിക്ഷ വിധിച്ച പശ്ചാത്തലത്തിൽ വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത കോൺഗ്രസ് ഡൽഹിയിൽ ഇന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ചേരും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം വിളിച്ച് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ. PCC അധ്യക്ഷന്മാർ പങ്കെടുക്കാൻ നിർദ്ദേശം. യോഗം ചേരുന്നത് വൈകിട്ട് 5-ന്. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിപക്ഷ എംപിമാർ വിജയ് ചൌക്ക് വരെ നടന്നു പ്രതിഷേധിക്കും. ഉച്ചകഴിഞ്ഞ് രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ചയ്ക്ക് പ്രതിപക്ഷ പാർട്ടികൾ സമയം തേടി. വിവിധ സംസ്ഥാനങ്ങളിൽ PCCകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിലും പ്രതിഷേധം. മലപ്പുറത്ത് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK നൌഫൽ ബാബു ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷാജി പച്ചേരി അധ്യക്ഷത വഹിച്ചു. രാഹുൽ ഗാന്ധിയെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചതിനെ തുടർന്ന് കോതമംഗലം ടൌണിൽ കോൺഗ്രസ് വായ്മൂടിക്കെട്ടി പ്രകടനം നടത്തി. ഉദ്ഘാടനം MS എൽദോസ് നിർവഹിച്ചു. റോയി കെ പോൾ, ബാബു ഏലിയാസ്, CJ എൽദോസ തുടങ്ങിയവർ സംസാരിച്ചു. ഖലിസ്ഥാൻവാദി അമൃത്പാൽ സിംഗിനായി 7ാം ദിവസവും തെരച്ചിൽ തുടരുന്നു. പഞ്ചാബ് വിടാനുള്ള സാധ്യത കണക്കിലെടുത്ത് അയൽ സംസ്ഥാനങ്ങളിലേക്കും തെരച്ചിൽ. അമൃത്പാൽ സിംഗിന്റെ ഗൺമാൻ തേജീന്ദർ സിംഗും മറ്റ് 2 പേരും പോലീസ് കസ്റ്റഡിയിൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഡൽഹിയിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറുമായി കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് കേരള ഹൌസിൽ കേന്ദ്ര സെക്രട്ടറിമാർക്ക് മുഖ്യമന്ത്രി വിരുന്നൊരുക്കും. നീതി ആയോഗ് വൈസ് ചെയർമാൻ ഉൾപ്പെടെ 49 കേന്ദ്ര സെക്രട്ടറിമാർക്കാണ് ക്ഷണം. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറിനെതിരെ CPM. ബ്രഹ്മപുരം വിഷയത്തിൽ ജാവ്ദേക്കർ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പ്രചരിക്കുന്നത്. പൊതുസാമൂഹ്യ പ്രശ്നങ്ങൾ കൂട്ടായി പരിഹരിക്കേണ്ടതിന് പകരം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് BJP എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പുറത്താക്കൽ നടപടിക്കെതിരെ കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. വിധി പറയുന്നത് ജസ്റ്റിസ് സതീഷ് നൈനാന്റെ ബെഞ്ച്. സെനറ്റ് അംഗങ്ങൾ തനിക്കെതിരെ നിഴൽ യുദ്ധം നടത്തുകയാണ് എന്ന ഗവർണറുടെ വാദം. സർക്കാരിനെതിരെ ഡോക്ടർ സിസ തോമസ് നൽകിയ കേസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഹിയറിംഗിനായി മാറ്റിവെച്ചു. കേസ് ഈ മാസം 27-ന് പരിഗണിക്കും. സർക്കാരിന്റെ അനുമതി നേടാതെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ ചുമതലയേറ്റതിന് സർക്കാർ അച്ചടക്ക നടപടിയെടുക്കുന്നതിനെതിരെയാണ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. പെരിന്തൽമണ്ണ നിയമസഭാ കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മണ്ഡലത്തിലെ സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റിൽ കൃത്രിമം നടന്നെന്ന ആരോപണത്തെ തുടർന്ന് ഹൈക്കോടതി പരിശോധന നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ റിപ്പോർട്ട് കോടതി തേടിയിട്ടുണ്ട്. കേസിൽ ഹർജിക്കാരൻ മുസ്തഫ 51 സാക്ഷികളുടെ പട്ടിക കോടതിയിൽ സമർപ്പിച്ചിരുന്നു.
തിരുവനന്തപുരത്ത് 13-കാരനെ KSRTC ബസ്സിൽ നിന്നും നട്ടുച്ചയ്ക്ക് വനിതാ കണ്ടക്ടർ ഇറക്കിവിട്ട സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി KSRTC വിജിലൻസ് വിഭാഗം. വനിതാ കണ്ടക്ടറെ കണ്ടെത്താൻ തിരിച്ചറിയൽ പരേഡ് നടത്തും. കുട്ടിയുമായി സംഭവസ്ഥലത്തെത്തി വിജിലൻസ് വിഭാഗം